അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഇത് കാണാത്തവർ കണ്ടു നോക്കൂ, യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ ചെറുള്ളിയും അതുപോലെ തന്നെ കറ്റാർ വാഴയും കൂടിയാണ്. ഇപ്പോൾ കറ്റാർ വാഴയുടെ ജെല്ലെടുക്കുക, ഉള്ളിയുടെ നീരെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും അതുപോലെ ഇച്ചിങ് ചൊറിച്ചിലൊക്കെ കാണുമല്ലോ ചിലർക്ക്, ഫംഗസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ കാണുന്ന ഇതുപോലെ ഒരു ഫില്ലർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് നമുക്ക് അടിപൊളിയായിട്ട് സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് നല്ലൊരു മസാജ് കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നിങ്ങൾ സ്കാൽപ്പിൽ വെച്ചേക്കുക. ശേഷം നിങ്ങൾ കഴുകിക്കളയുക. കുളിക്കുന്നതിന് മുന്നേ ചെയ്താൽ മതി. ഇത് കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു ഫില്ലർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇത് അടിപൊളിയാണ്. താരനുണ്ടെങ്കിൽ മാറാനും ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കറ്റാർ വാഴ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി മാത്രമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ കറ്റാർ വാഴ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറയുണ്ടല്ലോ, മഞ്ഞ കളറുള്ള ആ കറയൊക്കെ നല്ലപോലെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ചൊറിച്ചിൽ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ചൊറിച്ചിൽ വരാൻ കാരണമാവും കേട്ടോ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഒരാഴ്ചയാണ് നമ്മൾ ഈ ഒരു ചാലഞ്ച് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഈ ഒരു ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫീൽ കിട്ടും. അത് കഴിഞ്ഞ് ഇതേ സംഭവം നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും തുടർന്ന് ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നിങ്ങൾ ഈ ഒരു ചെറിയ റെമഡി ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.